നമസ്കാരം. മൂവാറ്റുപുഴയിലെ ഇന്നത്തെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് ഡേറ്റ് ആരംഭിക്കുന്നു. നോക്കാം പ്രധാന തലക്കെട്ടുകൾ. മൂവാറ്റുപുഴയിൽ വൃക്ക മാറ്റിവെച്ച യുവാവിനും കുടുംബത്തിനും നേരെ ക്രൂരമർദ്ദനം, പ്രതികളെ തിരിച്ചറിഞ്ഞിട്ടും അറസ്റ്റ് ചെയ്തില്ലെന്ന് ആക്ഷേപം. ചൈൽഡ് ലൈൻ ഉദ്യോഗസ്ഥരെത്തി കുട്ടികളുടെ മൊഴി രേഖപ്പെടുത്തി. വലിയ നോമ്പിലെ ആദ്യ വെള്ളിയാഴ്ച മലയെക്കുറിച്ച് തീർത്ഥാടനം നടത്തി കോതമംഗലം രൂപത. 14 ഫൊറോനകളിൽ നിന്ന് 120 ഇടവകകൾ പങ്കെടുത്തു. ശക്തമായ കുടിവെള്ളക്ഷാമം. പായ്പ്ര പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിൽ കുടിവെള്ളം ലഭിക്കുന്നില്ല. പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ഉപരോധിച്ചു. മഞ്ചനാട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ കാരുണ്യ പ്രവർത്തനം ചാരിറ്റി ബോക്സ് സ്ഥാപിച്ചു. ഉദ്ഘാടനം നിർവഹിച്ച് വഴുവന്നൂർ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ. മൂവാറ്റുപുഴ രൂപത 7ാമത് ബൈബിൾ കൺവെൻഷൻ ആരംഭിച്ചു. വാഴപ്പള്ളി മാർ ഇവാനിയോസ് നഗറിൽ നടത്തപ്പെടും. 3 ദിവസങ്ങളിലായാണ് കൺവെൻഷൻ. വാർത്തകൾ വിശദമായി. വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ യുവാവിനെയും ഭാര്യയെയും മക്കളെയും ആക്രമിച്ചതിൽ കേസെടുത്ത് മൂവാറ്റുപുഴ പോലീസ്. ചൈൽഡ് ലൈൻ ഉദ്യോഗസ്ഥർ എത്തി കുട്ടികളുടെ മൊഴി രേഖപ്പെടുത്തി. പ്രതികളെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിലും ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ലെന്ന് ആക്ഷേപം. പാതിരാത്രിയിൽ വിളിച്ചു വരുത്തി വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ യുവാവിനെയും ഭാര്യയെയും മക്കളെയും ആക്രമിച്ച സംഭവത്തിൽ കേസെടുത്ത മൂവാറ്റുപുഴ പോലീസ്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് പെരുമറ്റത്ത് താമസിക്കുന്ന സ്രാമ്പിക്കൽ അസീസ് മൈദീനെ കുടുംബത്തെയും ഒരു സംഘം ക്രൂരമായി മർദ്ദിച്ചത്. പേരക്കാപ്പള്ളിയിലെ ഷോപ്പിംഗ് സെന്ററിൽ പാർക്ക് ചെയ്തിരുന്ന അസീസിന്റെ കാർ മറ്റൊരു വാഹനത്തിൽ തട്ടിയെന്ന് ആരോപിച്ചാണ് അസീസിനെ ഒരാൾ ഫോണിൽ വിളിച്ചത്. കാർ മറ്റൊരു വാഹനത്തിലും തട്ടിയിട്ടില്ലെന്ന് അസീസ് വ്യക്തമാക്കിയെങ്കിലും ഒത്തുതീർപ്പാക്കണമെന്നും അല്ലെങ്കിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നും ഭീഷണിപ്പെടുത്തി. ഇതോടെ ഭയന്ന അസീസ് രാത്രി 11:30 ഭാര്യയെയും 3 മക്കളെയും കൂട്ടി പ്രതികൾ നിർദ്ദേശിച്ച BOC ജംഗ്ഷനിലെത്തി. കാറിലെത്തിയ സംഘം ഉടൻ തന്നെ അസീസിനെ ആക്രമിക്കുകയായിരുന്നു. താൻ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ കഴിഞ്ഞ ചികിത്സയിൽ കഴിയുന്ന രോഗിയാണെന്ന് പറഞ്ഞിട്ടും അക്രമികൾ പിന്തിരിഞ്ഞില്ലെന്ന് അസീസ് പറഞ്ഞു. ഞങ്ങളിങ്ങനെ വണ്ടി തട്ടിയെന്ന് പറഞ്ഞിങ്ങനെ അവര് വിളിച്ച് ഒരു 11 മണിയായി കാണും. 11-12 സമയമായി. ഞങ്ങളങ്ങനെ അവിടുന്ന് ഞാൻ ചെല്ലാന്ന് ഇപ്പോൾ വൈഫും മക്കളും പറഞ്ഞു അന്ന് ഞങ്ങളും കൂടി വരാമെന്നും പറഞ്ഞ് ഞങ്ങൾ എല്ലാവരും കൂടി അങ്ങ് പോയി ജസ്റ്റ് അവിടെ അവർ പറഞ്ഞ സ്പോട്ടിൽ ചെന്നപ്പോൾ അവർ പെട്ടെന്ന് ഓപ്പോസിറ്റ് ഒരു വണ്ടി വന്ന് നിന്ന് അതിനകത്ത് 5-6 പേര് ചാടി ഇറങ്ങി വന്ന് എന്നെ പിടിച്ച് മർദ്ദിക്കുക, എൻ്റെ ഈ ഷോൾഡറിൽ പിടിച്ച് വലിച്ച് വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് ഇറക്കാൻ നോക്കി. അപ്പോൾ അതുകൊണ്ടുകൊണ്ട് വൈഫും പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ വൈഫിൻ്റെ കയ്യാലും ഓട്ടം പിടിച്ച് അവർ മാറ്റാൻ ശ്രമിച്ചപ്പോൾ എൻ്റെ ഒരു മകനുണ്ട്, 16 വയസ്സുള്ള മകൻ. അവൻ പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ അവനെ മർദ്ദിച്ചു അവർ. അപ്പം ഞാനും പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ എന്നെ കിട്ടും ഇതുപോലെ മർദ്ദിക്കുക. കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ട് 2019 ട്രാൻസ്പ്ലാന്റ് ചെയ്തതാണ്. അതുപോലെ ഇപ്പോൾ റീസെൻ്റ്ലി ഒരു 4 മാസം മുമ്പ് ഒരു ഹാർട്ട് അറ്റാക്കും ഉണ്ടായി. അപ്പോൾ അതിൻ്റെയൊക്കെ മെഡിസിൻ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. മർദ്ദനം തടയാൻ ശ്രമിച്ച അസീസിന്റെ ഭാര്യയെയും കുട്ടികളെയും സംഘം ആക്രമിച്ചു. ബഹളം കേട്ട് നാട്ടുകാർ ഓടിയെത്തിയതിനെ തുടർന്നാണ് അക്രമി സംഘം സ്ഥലം വിട്ടത്. മുഖത്തും കൈക്കും പരിക്കേറ്റ അസീസ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. സംഭവത്തിൽ മൂവാറ്റുപുഴ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ചൈൽഡ് ലൈൻ ഉദ്യോഗസ്ഥരെത്തി കുട്ടികളുടെ മൊഴി രേഖപ്പെടുത്തി. പ്രതികളെ തിരിച്ചറിഞ്ഞിട്ടും ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ലെന്നാണ് ആക്ഷേപം. ഒരു പ്രതിയെ കണ്ടാൽ തിരിച്ചറിയാമെന്നും അസീസ് പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നു. വലിയ നോമ്പിലെ ആദ്യ വെള്ളിയാഴ്ച കോതമംഗലം രൂപതയിൽ നടക്കുന്ന മലയെക്കുറിച്ച് തീർത്ഥാടനം ഭക്തിസാന്ദ്രമായി. കോതമംഗലം രൂപതയിലെ 14 ഫെറോനകളിൽ പെടുന്ന 120 ഇടവകളിൽ നിന്നുള്ള വിശ്വാസികൾ പങ്കെടുത്തു. കോതമംഗലം രൂപത വലിയ നോമ്പിലെ ആദ്യ വെള്ളിയാഴ്ച നടത്തുന്ന ആരക്കുഴ മലയെക്കുറിച്ച് തീർത്ഥാടനം ഭക്തി നിർഭരമായി. മൂവാറ്റുപുഴ ഹോളിമാഗി ഫെറോന പള്ളിയിൽ നിന്ന് ബിഷപ്പ് മാർ ജോർജ് മാർത്തിക്കണ്ടത്തിൽ, വാഴക്കുളം ഭാഗത്തു നിന്ന് മുഖ്യ വികാരി ജനറൽ മോൺസിഞ്ഞോർ പയസ് മലയക്കണ്ടത്തിൽ, മാർഗിയിൽ നിന്ന് മോൺസിഞ്ഞോർ ഡോക്ടർ വിൻസെന്റ് നെടുങ്ങാട്ട് തീർത്ഥാടനത്തിൽ പങ്കെടുത്തു. മൂവാറ്റുപുഴ ഹോളിമാഗി പള്ളിയിൽ നിന്നാണ് മൂവാറ്റുപുഴ ഭാഗത്തു നിന്നുള്ള തീർത്ഥാടനം ആരംഭിച്ചത്. കോതമംഗലം രൂപതയിലെ 14 ഫെറോന പള്ളികളിൽപ്പെട്ട 120 ഇടവകളിൽ നിന്നും ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. മൂവാറ്റുപുഴ ഫെറോന വികാരി ഡോക്ടർ മാനുവൽ പിച്ചളക്കാട്ട്, വാഴക്കുളം ഫെറോന വികാരി ഫാദർ ജോർജ് പൊട്ടക്കൽ, മാരിക ഫെറോന വികാരി ഫാദർ മാത്യു കോണിക്കൽ, ആരക്കുഴ തീർത്ഥാടന കേന്ദ്രം വികാരി ഫാദർ സെബാസ്റ്റ്യൻ മണിമറ്റത്തിൽ എന്നിവർ നേതൃത്വം നൽകി. പായ്പ്ര
പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിലുണ്ടായ ശക്തമായ കുടിവെള്ളക്ഷാമം മൂലം പായ്പ്ര പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ UDF മെമ്പർമാർ മൂവാറ്റുപുഴ വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ഉപരോധിച്ചു. ഉപരോധത്തെ തുടർന്ന് ഉദ്യോഗസ്ഥർ ഉടൻ സ്ഥലത്തെത്തി പരിശോധന നടത്തി. പരിഹാരം കാണാമെന്ന ഉറപ്പിലാണ് ജനപ്രതിനിധികൾ സമരം അവസാനിപ്പിച്ചത്. പലതവണ ഉദ്യോഗസ്ഥരെ ബന്ധപ്പെട്ടിട്ടും കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ വാട്ടർ അതോറിറ്റി അധികൃതർ തയ്യാറാകാത്തത് മൂലമാണ് ഉപരോധം സംഘടിപ്പിച്ചത്. പഞ്ചായത്തിലെ കുടിവെള്ളക്ഷാമം പരിഹരിച്ചില്ലെങ്കിൽ ശക്തമായ സമരം സംഘടിപ്പിക്കുമെന്ന് മെമ്പർമാർ പറഞ്ഞു. അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം, 26 ഷോറൂമുകൾ. കോൾ 8590046916. മഞ്ചനാട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ സേവാ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ചാരിറ്റി ബോക്സ് സ്ഥാപിച്ചു. മഴുവന്നൂർ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിത അനിൽ ചാരിറ്റി ബോക്സിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. മഞ്ചനാട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ദശാവതാരം ചന്ദനം ചാർത്തും കുംഭപൂയ മഹോത്സവത്തോട് അനുബന്ധിച്ച് ക്ഷേത്രത്തിന്റെ സേവാ പ്രവർത്തനത്തിന്റെ ഭാഗമായി ചാരിറ്റി ബോക്സ് സ്ഥാപിച്ചു. ബ്ലഡ് ക്യാൻസർ ബാധിച്ച കൊച്ചി അമൃത ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ബിടെക് വിദ്യാർത്ഥി അഭിജിത്തിന്റെ ചികിത്സാ സഹായാർത്ഥമാണ് ക്ഷേത്ര തിരുനടയിൽ ചാരിറ്റി ബോക്സ് സ്ഥാപിച്ചിരിക്കുന്നത്. മഴുവന്നൂർ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിത അനിൽ ചാരിറ്റി ബോക്സിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ക്ഷേത്ര ഭരണസമിതി അംഗങ്ങൾ, മാതൃസമിതി അംഗങ്ങൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. തുടർന്ന് ഉത്സവത്തിന്റെ ഭാഗമായ ദർശനം 2026 കലാസന്ധിയിൽ ഇന്റർ കോളേജ് കലോത്സവത്തിലെ കലാതിലകം ആർദ്ര സന്തോഷിന്റെ കേരള നടനവും കുട്ടികളുടെ നൃത്ത പരിപാടികളും നടന്നു. കുംഭപൂയ മഹോത്സവം മാർച്ച് 1 സമാപിക്കും. MCS Hospital, we take care of your health. മൂവാറ്റുപുഴ ആൽഫ കെയർ റിലീഫ് 2026 ആദ്യഘട്ട ഭക്ഷ്യക്കിറ്റുകൾ വിതരണം ചെയ്തു. ആൽഫ പാലിയേറ്റീവ് കെയർ മൂവാറ്റുപുഴയുടെ കീഴിലെ കിടപ്പ് രോഗികൾക്കും സ്വാന്തന പരിചരണത്തിലുള്ള നിർധനരും പാവപ്പെട്ടവരുമായ 40-ലേറെ രോഗികൾക്ക് 14 ഭക്ഷ്യ വിഭവങ്ങളടങ്ങിയ കിറ്റുകൾ ആദ്യഘട്ടമെന്ന നിലയിൽ വിതരണം ചെയ്തു. സൗജന്യ സാന്ത്വന പരിചരണത്തോടൊപ്പം തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും സാമൂഹ്യക്ഷേമ പദ്ധതികളിലും ശ്രദ്ധ ചെലുപ്പിച്ചുകൊണ്ട് നിരവധി രോഗികൾക്കും കുടുംബത്തിനും ആശ്വാസമാകാൻ ആൽഫ പാലിയേറ്റീവ് കെയറിന് കഴിഞ്ഞിട്ടുണ്ട്. തോട്ടത്തിൽ സിൽവർ കളക്ഷൻസ്, തോട്ടത്തിൽ ആർക്കേഡ്, ഓപ്പോസിറ്റ് സയാന ഹോട്ടൽ, TB ജംഗ്ഷൻ, മൂവാറ്റുപുഴ. കോട്ടപ്പടി പഞ്ചായത്തിലെ വെറ്റിലപ്പാറയിൽ വളർത്തുപോത്തിനെ കാട്ടാനകൾ ചവിട്ടിക്കൊന്നു. ഫെൻസിംഗ് ഉപയോഗപ്രദമല്ലെന്നും നാട്ടിലിറങ്ങുന്ന മൃഗങ്ങളെ തുരത്താൻ നടപടി വേണമെന്നും നാട്ടുകാർ. കോട്ടപ്പടി പഞ്ചായത്തിലെ വെറ്റിലപ്പാറയിൽ വളർത്തുപോത്തിനെ കാട്ടാനകൾ ചവിട്ടിക്കുന്നു. പിണ്ടിമന കോട്ടപ്പടി പഞ്ചായത്തുകളുടെ അതിർത്തി പ്രദേശമായ വെറ്റിലപ്പാറയിൽ തുടുമ്മേൽ ബെന്നിയുടെ പോത്താണ് കാട്ടാനയുടെ ചവിട്ടേറ്റ് ചത്തത്. റബ്ബർ തോട്ടത്തിൽ കെട്ടിയിരുന്ന പോത്തിനെയാണ് കാട്ടാനകൾ ചവിട്ടിക്കുന്നത്. 3 പോത്തുകളെയാണ് റബ്ബർ തോട്ടത്തിൽ കെട്ടിയിരുന്നത്. ഇതിൽ 2 എണ്ണം ഓടി രക്ഷപ്പെടുകയായിരുന്നു. കെട്ടിയിട്ടത് കാരണം കാട്ടാനയുടെ ആക്രമണത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ പോത്തിന് കഴിഞ്ഞില്ല. പ്രദേശത്ത് വന്യമൃഗശല്യം രൂക്ഷമാണ്. ഫെൻസിംഗ് ഉപയോഗപ്രദമല്ലെന്നും നാട്ടിലിറങ്ങുന്ന മൃഗങ്ങളെ തുരത്താൻ നടപടി വേണമെന്നും പ്രദേശവാസിയായ ഭാരതിയും പിണ്ടിമന പഞ്ചായത്ത് പ്രസിഡന്റ് KP ജോർജും പറഞ്ഞു. ഞങ്ങൾക്ക് മുറ്റത്തിറങ്ങാൻ പോലും പേടിയാ. എന്നും തന്നെ ഓരോ ആൾക്കാരെ തട്ടിയിടുക, അതല്ലെങ്കിൽ മൃഗങ്ങളെ ആക്രമിക്കുക, ഇതൊക്കെ എന്നും പതിവാ. ഞങ്ങളിവിടെ പരിസരത്തുള്ളവരൊക്കെ പേടിച്ച് വിറച്ച കഴിയണേ. രാത്രി കാലങ്ങളിൽ പുറത്തിറങ്ങണില്ല. ബെന്നിച്ചേട്ടൻ തന്നെ പുള്ളിയുടെ ഉപജീവന മാർഗമാണ് പോത്തുകള്. അതിങ്ങനെ ഓരോന്നിനെ കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ എങ്ങനെ ജീവിക്കും? ഞങ്ങള് ആഗ്രഹിക്കണ ഇതിന്റെ തടസ്സം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫെൻസിങ്ങിനേക്കാളും നല്ലത് ഭൂമിയിലേക്ക് ഇറങ്ങണ, ജനവാസയോഗ്യമായ സ്ഥലത്തേക്ക് ഇറങ്ങണ മൃഗങ്ങളെ അവിടെ വെച്ച് ഷൂട്ട് ചെയ്ത് അവസാനിപ്പിക്കുക. അങ്ങനെ മാത്രമേ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഫെൻസിങ് ഇട്ടിട്ട് അതൊക്കെ ചവിട്ടി പൊളിച്ചെളിഞ്ഞു. ഇതേ ആ കാണുന്ന ഉടമസ്ഥന്റെ സ്ഥലത്ത് 10,000 വോൾട്ടിന്റെ ഫെൻസിങ് ഇട്ടേക്കണേ. അത് മരങ്ങളൊന്നുമില്ല. അത് എങ്ങനെയോ അതുങ്ങൾ ചവിട്ടി പൊളിച്ച് അകത്ത് കിടന്ന് പൈനാപ്പിളാണ് കൃഷി. ആ പൈനാപ്പിളിന്റെ കടയടക്കം പിഴുത് റോഡിലേക്ക് എറിഞ്ഞിട്ടേക്ക് പറഞ്ഞു. ഒരുപാട് സ്ഥലങ്ങൾ നശിപ്പിച്ചിട്ടുണ്ട്. പഞ്ചായത്തുകളിൽ വന്യമൃഗശല്യം രൂക്ഷമായിട്ട് ഞങ്ങൾ കാട്ടാന, കാട്ടുപന്നിയുടെ ശല്യം മൂലം ഇന്നിപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ഞങ്ങളൊരു രാത്രി ഒരു 9 മണി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് മുത്തംകുഴിയിൽ നിന്ന് വെറ്റിലപ്പാറ ഭാഗത്ത്
വെറ്റിലപ്പാറ ഭാഗത്തേക്ക് പോരാൻ വയ്യാത്ത സാഹചര്യം പേടിച്ചിട്ട്. ഇന്നിപ്പോ ഈ രാത്രിയിൽ ഈ ആന പോത്തിന്റെ ഉടമസ്ഥന്റെ ചേട്ടനെ ഇന്നലെ രാത്രി ആന പോന്ന വഴി ഓടിച്ചു എന്നാണ് കേട്ടത്. പുള്ളി ഇപ്പൊ സ്ഥലത്തില്ല. അപ്പൊ ഒരു ബൈക്ക് യാത്ര അല്ലെങ്കിൽ ഒരു ചെറിയ വാഹനത്തെ പോരാൻ വയ്യാത്ത അവസ്ഥയാണ് ഈ നാട്ടില്. അത് നമ്മളിതെല്ലാം ബന്ധപ്പെട്ട ഫോറസ്റ്റുകാരെ സമയാസമയങ്ങളിൽ അറിയിക്കുന്നുണ്ട്. അവര് ഫെൻസിങ്ങിന്റെ പണി ഉടനെ ചെയ്യാം എന്നും അങ്ങനെ പറഞ്ഞ് ഇപ്പൊ ആദ്യമായിട്ടതെല്ലാം കളഞ്ഞു. ആദ്യമായിട്ട് ഫെൻസിങ് കളഞ്ഞു. ഇപ്പൊ രണ്ടാമത് അത് പുനഃസ്ഥാപിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും ഫോറസ്റ്റുകാർ അത് തന്നെയാണ് പറഞ്ഞത്. പക്ഷെ ഇതിനൊരു ശാശ്വതമായ പരിഹാരം എന്ന് പറഞ്ഞാൽ ഫെൻസിങ് കൊണ്ട് തന്നെ നിൽക്കില്ല. ഇപ്പൊ റെയിൽ ഫെൻസിങ് എന്ന് പറഞ്ഞൊരു ആശയം ഞാൻ റേഞ്ചറോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അത് സ്ഥാപിക്കണം. പിന്നെ ജില്ലാ പഞ്ചായത്തിലൊക്കെ അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ റെയിൽ ഫെൻസിങ് സ്ഥാപിച്ചാൽ അതിന് ഇതൊരു ശാശ്വത പരിഹാരം ആവൂ എന്ന് അറിയിച്ചിട്ടുണ്ട്. ഇതിന് ഈ രീതിയിൽ മുന്നോട്ട് പോയി ഞങ്ങൾക്ക് ജനപ്രതിനിധികൾക്കാണ് ഇപ്പൊ പുറത്തിറങ്ങാൻ മേലാത്ത സാഹചര്യം വന്നേക്കണം. കാരണം ആളുകൾ ഞങ്ങളോടാണ് പറഞ്ഞത്, ഞങ്ങൾ എങ്ങനെ പുറത്തിറങ്ങി നടക്കും, അല്ലെ ഞങ്ങൾ എങ്ങനെ കൃഷി ചെയ്യും എന്ന് ഞങ്ങളോടാണ് പരാതി പറഞ്ഞത്. ഞങ്ങൾ ഫോറസ്റ്റുകാരെ സമയാസമയങ്ങളിൽ ഇത് DFO കഴിഞ്ഞ ദിവസം മീറ്റിംഗ് കോതങ്ങത്ത് വിളിച്ചിട്ടുണ്ടായിരുന്നു. റേഞ്ചർ പഞ്ചായത്തിൽ വന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു മീറ്റിംഗ്. അപ്പൊ ഞങ്ങൾ പരമാവധി ശ്രമിക്കണ്ടെന്നാ പറയണേ. പോത്തിന്റെ ഉടമയ്ക്ക് ന്യായമായ നഷ്ടപരിഹാരം നൽകണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. മൂവാറ്റുപുഴ രൂപതയുടെ 7ാമത് മൂവാറ്റുപുഴ ബൈബിൾ കൺവെൻഷൻ ആരംഭിച്ചു. വാഴപ്പള്ളി മാർ ഇവാനിയോസ് നഗറിൽ 3 ദിവസങ്ങളിലായാണ് കൺവെൻഷൻ നടത്തപ്പെടുന്നത്. മൂവാറ്റുപുഴ രൂപതയുടെ ആഭിമുഖ്യത്തിലുള്ള 7ാമത് മൂവാറ്റുപുഴ ബൈബിൾ കൺവെൻഷൻ ആരംഭിച്ചു. വാഴപ്പള്ളി വിമലഗിരി ബിഷപ്പ് ഹൌസിന് സമീപം മാർ ഇവാനിയോസ് നഗറിൽ വരാപ്പുഴ അതിരൂപത സഹായമെത്രാൻ ബിഷപ്പ് ഡോക്ടർ ആന്റണി ആലുങ്കൽ ലത്തീൻ ക്രമത്തിലുള്ള കുർബാനയർപ്പിച്ച് ബൈബിൾ പ്രതിഷ്ഠയും ഉദ്ഘാടനവും നിർവഹിച്ചു. മൂവാറ്റുപുഴ രൂപതയുടെ നേതൃത്വത്തിൽ നഗരത്തിലെയും സമീപ പ്രദേശങ്ങളിലെ വിവിധ ക്രൈസ്തവ ഇടവകകളുടെ സഹകരണത്തോടെ നടത്തുന്ന കൺവെൻഷനിൽ തിരുവനന്തപുരം മൗണ്ട് കാർമൽ ധ്യാന കേന്ദ്രം ഡയറക്ടർ ഫാദർ ഡാനിയൽ പൂവണ്ണത്തിൽ വചനപ്രഘോഷണം നടത്തി. നമ്മൾ ദൈവവചനം വായിക്കുന്ന സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു അപകടമാണ്. ഒരു അപകടം എങ്ങനെയാണ്? അതായത് നമ്മളിത് ഒത്തിരി കാര്യങ്ങൾ പലയാവർത്തി കേട്ടിട്ടുള്ളതായതുകൊണ്ട്, പ്രത്യേകിച്ച് വചനങ്ങൾ ആശയങ്ങളാവണമെന്നില്ല, വചനങ്ങൾ ആവർത്തിച്ച് കേട്ടിട്ടുള്ളതായതുകൊണ്ട് നമ്മുടെ മനസ്സിൽ കേൾക്കുന്ന ഉടനെ ഒരു ചിന്ത വരും. എന്തായിരിക്കും വരുന്നത്? ഇത് എനിക്ക് ഓൾറെഡി അറിയാവുന്നതാണെന്നൊരു സാധനം വരും. അപ്പൊ അത് ഈ വചനം പ്രവർത്തിക്കുന്നതിനെ ബ്ലോക്ക് ചെയ്യും. അതായത് ദൈവം ഓരോ സമയത്തും സംസാരിക്കുമ്പോൾ അത് പുതിയതാണ്. സമാപന ദിവസമായ ഞായറാഴ്ച മലങ്കര കാത്തലിക് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ഉച്ചകഴിഞ്ഞ് 2 മുതൽ നടക്കുന്ന എക്യുമെനിക്കൽ സമ്മേളനം മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ കണ്ടനാട് ഈസ്റ്റ് മെത്രാപ്പൊലീത്ത ഡോക്ടർ തോമസ് മാർ അത്തനാസിയോസ് ഉദ്ഘാടനം ചെയ്യും. കാവുങ്കര പുൽപ്പാറക്കുടിയിൽ മുഹമ്മദ് 72 നിര്യാതനായി. സംസ്കാരം നടത്തി ഭാര്യ മിസറി, മക്കൾ സബീഷ്, സമീർ, സുധീർ, സുമയ്യ, മരുമക്കൾ പരേതയായ സബീന, ഷബന, അൻസി, നിസാർ. ന്യൂസ് ഡേറ്റ് പൂർണ്ണമാകുന്നു. നമസ്കാരം.